അമ്മേനെ കല്യാണം കഴിക്കുന്ന സമയത്ത് അച്ഛൻ കുടിക്കായിരുന്നോ? നിനക്ക് വേറൊന്നും ചോദിക്കാനില്ലേ? അമ്മയ്ക്കും അച്ഛനെ പോലെ കുടിച്ചൂടെ? ഗൗരിയേ, അതെ, നിന്റെ മാധവന്റെ കുടി നിർത്താൻ ഒരു ഉഗ്ര സൂത്രണ്ട്. ഷാപ്പുകളൊക്കെ അടച്ചുപൂട്ടാ അതല്ലേ? ഈ ചകിണിക്കുട്ടി എന്തേ പറയണത്? നമ്മുടെ കല്ലമ്പാറ പാലം കടന്ന് ഇടത്തോട്ട് പോയ വലിയൊരാളുണ്ട്. അതിനടുത്തൊരു സ്വാമിയുണ്ട്. ഷവർമ്മ വെച്ച കോഴീനെ പോലും പറപ്പിക്കണ മുതല. സ്വാമി നടത്തുന്ന പൂജയിൽ പങ്കെടുത്താ കുടി അപ്പം നിൽക്കും. അതിന് മാധവേട്ടൻ അങ്ങോട്ടൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അവര് വരണ്ട, നമ്മള് വീട്ടുകാര് പോയാ മതി. പക്ഷെ അവിടെ പൂജ നടക്കുമ്പോ നമ്മുടെ ആള് പച്ചവെള്ളം പോലും കുടിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കണം. അതൊന്നും നടക്കണ കാര്യമല്ല. അതെ, കുടി നിർത്തണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത്രയെങ്കിലും ചെയ്യണം. ഞാൻ പറഞ്ഞോളാം അച്ഛനോട്. അച്ഛൻ കേട്ടോളൂ. കേൾക്കാതിരിക്കില്ല, അനുസരിക്കില്ലാന്നേ ഉള്ളൂ. നടക്ക് നീ. വേണമെങ്കിൽ മതി, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അല്ല പിന്നെ അരയാലും പൂത്തു തുടങ്ങി, പേരാലും പൂത്തു തുടങ്ങി, അരയാലും വല്ലതും കഴിക്കുന്നുണ്ടോ? എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. എടി, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവാ, എന്നിട്ട് വന്ന് കണ്ട് ആസ്വദിക്ക്. എടി, നമ്മുടെ മോള് കലാമണ്ഡലം ദുർഗാദേവിയെ പോലെ ആടുന്നത് കാണണ്ടേ? ആഹാ, എന്താ ഇത്? കപ്പയും മീൻകറിയോ? ഷാപ്പിൽ കിട്ടുന്നത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. സന്തോഷായില്ലേ? വളരെ സന്തോഷമായി. നല്ല എരി. പിന്നെ എന്തൊക്കെയാ ഷാപ്പിലെ വിശേഷങ്ങൾ മാധവേട്ട? എല്ലാവരും നന്നായിട്ട് കുടിക്കുന്നില്ലേ? പിന്നെ എനിക്കിട്ടാക്കിയതാണല്ലേ. നിനക്കറിയൂ, കുടി നിർത്തണമെന്ന് കരുതിയിട്ടാ ഓരോ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അയ്യോ, അച്ഛൻ കുടി നിർത്തിയാ ഈ വീട്ടില് മനസ്സമാധാനം ഉണ്ടാവില്ലേ? അപ്പൊ പിന്നെ നീത് മോൾക്കൊന്നും കരഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുമോ? ശീലായി പോയതല്ലേ അച്ഛാ. മാധവേട്ട, ഞാനൊന്ന് ചോദിക്കട്ടെ, ശരിക്കും കൂടി നിർത്താൻ മോഹമുണ്ടോ? പിന്നെ എന്താ സംശയം? പക്ഷെ നൊരഞ്ഞു വരുന്ന സാധനം കാണുമ്പോഴാ. അതാ. ശരി, ഒരു ദിവസം മാത്രം കള്ളു കുടിക്കാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ പറ്റൂ? ഒരൊറ്റ ദിവസം. ഒരു ദിവസം? ഹൈ, അതെന്തൊരു ദിവസമാ? ഞാനിരിക്കാം. മതി, അത് മതി. എന്നാ പിറ്റേ ദിവസം മുതൽ എന്റെ അച്ഛൻ കുടിക്കില്ല. അതെന്ത് സൂത്രമാ? അതൊക്കെ ഉണ്ട്. നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. കല്ലമ്പാറ സ്വാമി എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? വലിയ സിദ്ധനാ. അതിന് അദ്ദേഹം മാറ്റിത്തരും ഏട്ടന്റെ ഈ കള്ളുകൂടി. അച്ഛാ, ഞങ്ങൾ സ്വാമിയെ കാണാൻ പോയി വരുന്നത് വരെ ഇവിടെ നല്ല കുട്ടിയായിട്ടിരുന്നാ മാത്രം മതി. എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല. ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയല്ല അച്ഛാ, ഒന്നനുസരിച്ചൂടെ? ഒരു ദിവസം. അതോടെ കുടി നിർത്തുമെന്നുള്ള ഉറപ്പാണല്ലോ? ഉറപ്പ്. എന്നാ ആയിക്കോട്ടെ. എന്താ ഗോപിയേട്ടാ, പണിക്കൊന്നും പോയില്ലേ? ചോക്ലേറ്റ്. എന്തിനാ ഗോപി ഓരോന്നോരോന്ന് കൊണ്ടു കൊടുക്കണം? വെറുതെ കാശുകളെ. മീനു എന്റെ കൂടി പെങ്ങളല്ലേ ഗോപിയേട്ടാ. മാത്രമല്ല, ഒരു കൂടപ്പിറപ്പില്ലാത്തതിന്റെ വിഷമം മാറുന്നത് ദാ ഇവിടെ കാണുമ്പോഴാ. ഗോപിയേട്ടാ വാ. ഞങ്ങള് വരുന്നവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് കേട്ടോ. കല്ലമ്പാറ സ്വാമി കുടി നിർത്തിക്കുമെന്ന് ഉറപ്പല്ലേ? നാളെ ഷാപ്പ് ചെന്നാ കള്ളും കൂടെ കാണുമ്പോ തന്നെ വാള് വെക്കും. എന്താ ഈ അവലും ജാതി പറയുന്നത്? കള്ള് കുടിക്കാതെ തന്നെ ഫിറ്റ് ആകുമെന്നോ? അറപ്പ് കാരണം വാള് വെക്കുന്നു. ശരി, നമുക്ക് നോക്കാം. ഇത് ചീറ്റിയാ പിന്നെ ഞാൻ എന്റെ പാട്ടിന് പോകും കേട്ടാ. ആയിക്കോട്ടെ, ചീറ്റിട്ട് വേണ്ടേ. ബൈ. വിശ്വാമിത്ര മഹർഷിയെ പോലെ ഇരിക്കണേ. പുലിന്ന് ചെത്താൻ പോയില്ലേ? ഇല്ല, ഇന്നൊരു പ്രത്യേക ദിവസമാണ്. നമ്മുടെ ഗഡികളെല്ലാം ഇങ്ങോട്ട് വിളിക്കും. അത് ഞാനേറ്റു. ദിപ്പ വിളി തുടങ്ങണ്. ഗോവൻ എന്താ മാധവേട്ട ഒരു ഇരിപ്പ് റോള്? ഞാൻ കുടി നിർത്തി. മാധവേട്ട നിങ്ങൾ കുടി നിർത്തിയെന്നാണോ അതോ കുളി നിർത്തിയെന്നാണോ ഗഡി പറഞ്ഞത്? കുടി നിർത്തി. പിന്നെ എന്തിനാ ഞങ്ങളെ വിളിച്ചു വരുത്തിയേ? ഒറ്റയ്ക്ക് ഇരുന്നാലേ എനിക്ക് എന്തെങ്കിലും തോന്നും. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കാലോ. അതെ, എനിക്ക് പഞ്ചായത്ത് ഓഫീസിൽ കുറച്ച് കാര്യം ഞാൻ പോയിട്ട് വരാം. ഞാനും വേണ്ട.
നിങ്ങളിങ്ങനെ സ്കൂട്ടായാലെങ്ങനെ? മാതേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളല്ലേ കുടി നിർത്തിയത്, ഞങ്ങളല്ലോ. ഞങ്ങൾ ചെറുതായിട്ട് മിനിങ്ങണയിൽ എന്തെങ്കിലും വിരോധം ഉണ്ടാ? സംഗതി ശരിയാണ്, പക്ഷെ ഇവിടെ പറ്റില്ല, പൂജയെ ബാധിക്കും. വേണമെങ്കിൽ തൊഴുത്തി വെച്ചയക്കും. ഓക്കേ എന്ന് ഞങ്ങൾ സെറ്റപ്പ് ആയിക്കോട്ടെ. ഞാൻ മാധവേട്ടനെ കൂടെ ഉണ്ടാ. ഇവിടെ വന്നേരേ. മരിച്ച പോലെ ഇപ്പൊ ഒരു നിമിഷം. മാധവേട്ടാ അടിച്ചില്ലല്ലേണ്ടാ, ഒരു കമ്പനി ഒന്നൂടെ? അതിനെന്താ, നമുക്ക് വിൽ പവർ ഉണ്ടല്ലോ. ഞാനൊന്ന് തീരുമാനിച്ചതാ. ഗടി ഇന്നെന്താ പുളിയൊക്കെ ഉണ്ടോ? പിടിപ്പിച്ചേ. ഏയ് തൊടില്ല. ഓവറാവാണ്ടിരുന്നാ മതി, ആരും അറിയില്ല. ഒരു ഗ്ലാസ് കുടിച്ചെന്ന് വെച്ച് കല്ലമ്പാറ സ്വാമി കോപിക്കില്ല മാധവേട്ടാ. ആണോ? ഏ അവസാനം ചളവാവോ? ഇന്നെനിക്ക് വാക്ക് പാലിക്കേണ്ടതാ. ഉണ്ടേന് ഉം. ചേട്ടൻ മനസ്സൊന്ന് നിയന്ത്രിച്ചാ മതി, മണം പോലും ഉണ്ടാവില്ല. കുടിച്ച മണം പോവാൻ ഞാൻ യോഗ പഠിപ്പിച്ചു തരാം. ഏ? എന്നിട്ട് നിനക്കോണോണ്ടല്ല. അതെന്റെ യോഗം. ഇത് പിടിച്ചേ. ചെല്ലുമ്പടി വണ്ടി പോയാലോ. ശരിയാക്കി ഇവിടെ സാധനം കഴിയാറായിട്ടിരിക്കണേ. ഹലോ, കോയക്കല്ലേ? ആ ഇതവിടെ സാധനം തീർന്നിരിക്കുക. വരുമ്പോഴേ നമ്മുടെ മിലിറ്ററി രാമേട്ടൻ്റെ അവിടെ ഫുൾ ഇങ്ങോട്ട് മേടിച്ചോ. രണ്ടെണ്ണം ഐ കാശൊക്കെ ഞാൻ കൊടുത്തോളാം. മാങ്ങ കൊടുക്കും. പിന്നെ വരുമ്പോ ആ ഗോപിനെയും കൂട്ടിക്കോ. അപ്പൊ ഒരു ഫുള്ള് പോയി, ബാക്കിയുള്ളതുകൊണ്ട് തളിച്ചാ മതി. മാധവേട്ടാ കടിച്ചു പറിക്കാൻ വല്ലതും വേണ്ടേ? അതെ, ഇവിടെ നിറച്ച് കോഴിയുണ്ട്. ഞാൻ ബെസ്റ്റ് കോഴിക്കറിന്റെ കരം. അത് ഗൗരിയുടെ കോഴിയാ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നമ്മുടെ സ്വന്തം കോഴിയല്ലേ. വേണമെങ്കിൽ ഒന്നിനെ പിടിച്ചു. വേണം പിടിക്ക്. പിടിച്ച്. ഞാനിതും പിടിക്കാം. പിന്നെ അയലോക്കത്തെ കോഴിയെ മാധവേട്ടാ, മാധവേട്ടാ എഴുന്നേൽക്ക്. എന്ത് പറ്റി മാധവേട്ടാ? ആഹാ, ഗൗരി പോയ കാര്യം എന്തായി? കുറച്ച് കഞ്ഞിവെള്ളം വേണം, ഭയങ്കര വിശപ്പ്, അതുകൊണ്ടാ. മോളാണ്, അമ്മച്ചിയാണ് ഞാൻ ഇനി കുടിക്കില്ല, സത്യം. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. മോളെ, അച്ഛനും ജോലിക്ക് പോണ്ടേ? ഓ, ഈ സ്നേഹം കണ്ടാത്തൊന്നും തിരിച്ചു വരുമ്പോ മധുരപലഹാരവും കൊണ്ട് വരുമെന്ന്. നീ കളിയാക്കണ്ട, ഞാനൊരു ദിവസം നന്നാവും. എന്നെ മലർത്തി കടത്തി വായിലൊഴിച്ചു എന്നാലും പറഞ്ഞു കിടക്കും ഞാൻ. എടി, സത്യമായിട്ട് ഞാൻ ഇന്ന് എന്റെ മോക്കൊരു ഉടുപ്പുമായിട്ടേ വരത്തുള്ളൂ. നീ നോയിക്കോ, ഈ ചപ്പട്ട റോള് മാധവൻ ഇനി എടുക്കില്ല. ഇന്നലത്തെ മൊയ്രി നമ്മൾ ഇനി എന്നാ കൂടുക? അതെ, പോടാ തണ്ടി, ഓക്കേ. എന്നെ ഇനി അതിനൊന്നും കിട്ടില്ല.